നമസ്കാരം. ചില രക്ഷകർത്താക്കൾ കുട്ടികളെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തുന്നത്. ചില കുട്ടികളെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കത്തതേയില്ല. മറ്റുള്ളവർ പറഞ്ഞാൽ പോലും അവർ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയല്ല, മക്കളെ സ്ട്രിക്റ്റായിട്ട് തന്നെ വളർത്തിക്കൊണ്ട് വരണം. പക്ഷേ ആവശ്യത്തിന് ഫ്രീഡം കൊടുക്കാം. എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെ പോകണം എന്നുള്ളൊരു കൺട്രോൾ നമ്മൾ എപ്പോഴും രക്ഷകർത്താക്കൾ വെക്കണം. അമ്മയോടും അച്ഛനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ മക്കൾക്ക് കൊടുക്കണം. മക്കൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നമ്മൾ ഇരിക്കണം. നമ്മൾ അതിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തി കുഞ്ഞുങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഇപ്പോൾ സമയമില്ല, നീ പിന്നെ പറ, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെയല്ല. അതിന് വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തി കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിട്ട് നമ്മൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കുഞ്ഞുങ്ങളത് നമ്മളോട് തുറന്ന് സംസാരിക്കും. അതിന് ധൃതി കാണിക്കാതെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ തിരുത്താം. നല്ല കാര്യങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ചേർത്ത് തടവിയും തലോടിയൊക്കെ വയ്ക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരുടെ ആത്മവിശ്വാസം കൂടും. അവരപ്പോൾ എന്തും പറയാൻ അമ്മയോട് കൂടുതൽ നമ്മൾ അമ്മമാരോടാണ് കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പറയുന്നത്. എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അവർ അങ്ങനത്തെ തെറ്റിലേക്ക് പോകാൻ അവരുടെ മനസ്സ് തോന്നിയിട്ടില്ല. നമ്മുടെ ആ ഒരു സ്നേഹവും സന്തോഷവും തന്നെ അവർക്ക് ഓർമ്മ വരും. അപ്പം നമ്മൾ ആ കുഞ്ഞുങ്ങളെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഒരു തെറ്റിലേക്കും പോകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനുകമ്പയും സ്നേഹവും ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ചില എന്നുവെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ എല്ലാവരെയും കാണുന്നിടത്ത് വെച്ച് അനുകമ്പയും സ്നേഹം കാണിക്കണമെന്നല്ല. ചില സാഹചര്യങ്ങൾ നമ്മളത് കാണിക്കുമ്പോൾ നമുക്ക് വിഷമമുള്ള സമയങ്ങൾ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളത് ഒരു മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആ വിഷമം ഉണ്ടായത്, സങ്കടം ഉണ്ടായത്, അത് മറ്റുള്ളവർക്കാണെങ്കിലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്ക് വേണം. എങ്കിലും നമ്മൾ ഒരുപാട് കട്ടി മനസ്സോടുകൂടിയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളർന്നു വരും തോറും അവരുടെ മനസ്സ് ഒന്നിലും ഒരു അലിവ് തോന്നത്തില്ല. അനുകമ്പയും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു മനസ്സായിരിക്കണം കുഞ്ഞുങ്ങളുടെ. അത് നമ്മൾ രക്ഷകർത്താക്കളാക്കിയെടുക്കണം. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനും നമുക്ക് പറ്റണം. ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ നമുക്കത് തിരുത്താനും പറ്റണം. നമ്മളൊരു അടിയോ ഒരു വഴക്കോ പറഞ്ഞു കഴിഞ്ഞാലല്ലേ അമ്മ ഇതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, മോനെ അല്ലെങ്കിൽ മോള് വിഷമിക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മക്കളോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒന്ന് അടിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്താലും അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അമ്മയും അച്ഛനും സ്ട്രിക്റ്റ് ആവുന്നത് പോലെ വേറെ ആരും സ്ട്രിക്റ്റ് ആവത്തുമില്ല. നമ്മൾ നല്ലതുപോലെ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അമ്മയും അച്ഛനും അത്രയും സ്ട്രിക്റ്റ് ആവുന്നത്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ അടിക്കുകയോ വഴക്ക് പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയണം, മോനെ അല്ലെങ്കിൽ അന്നേരം അല്ലെ മോളെ അന്നേരം വഴക്ക് പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ്, അത് പോട്ടെ സാരമില്ല, വിഷമിക്കരുത്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് തുറന്ന് പറയാനുള്ളൊരു മനസ്സ് നമ്മൾ രക്ഷകർത്താക്കൾക്ക് കാണിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സ് പിന്നെയും കുറച്ചും കൂടെ ഒരു സ്നേഹം കൊണ്ട് അവർക്ക് ഇനി ഞാൻ അങ്ങനെയൊന്നും പോകരുത്, ഒരു തെറ്റിലേക്കും പോകരുത്, അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാവും. സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.